മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജുവിനോട് മേഘനാഥ് അങ്ങനെ പറയണം കേട്ടോ, നമുക്ക് പെട്ടെന്നൊന്നും തന്നെ കുഞ്ഞുങ്ങളൊന്നും വേണ്ട എന്നിങ്ങനെ പറയണം. അല്ലെങ്കിൽ നിന്നെ എനിക്ക് വേണ്ട, പിന്നെയല്ലേ കുഞ്ഞുങ്ങളെ എന്ന് മഞ്ജു പറയണം കേട്ടോ. അതിനുശേഷം നമ്മൾ ആഗ്രഹിച്ച പോലെ നടക്കും, അവളെ ഞാൻ ഇല്ലാതാക്കും. അതിനുശേഷം കമലേശ്വരം എൻ്റെ കയ്യിൽ വരും. അതിനുശേഷം നമുക്ക് വലിയൊരു വീടും എന്ത് വേണമെന്നുണ്ടെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ചെയ്തു തരും. എന്തായാലും ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്, അമ്മ നീ കൂടുതൽ സ്വർണം കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോൾ അതൊന്നും കരുതണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല. കാരണം അവരെ ഒരു ചുക്കും ചെയ്യാനും പറ്റില്ല. ഇത്ര കാലം നിങ്ങൾ ചെയ്തിട്ട് എന്താ നടന്നത്? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇനിയും നിങ്ങൾക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണേ. എന്താ മോളെ നീ ഇങ്ങനെ തന്നെ പറയുന്നത്? എന്താ നീ അവരോട് സപ്പോർട്ടായിട്ടാണല്ലോ പറയുന്നത് എന്ന് മേഘനാഥൻ പറയുന്നത്. സപ്പോർട്ടായിട്ടല്ല പറയുന്നത്, പക്ഷേ അവരെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ ഇതുവരെയും സാധിക്കില്ല എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മേഘനാഥൻ ചോദിക്കണം, ആ അയ്യപ്പ വിഗ്രഹം കാരണമാണോ? അതെ, ശരി തന്നെയാണ്. അവർക്ക് അവരുടെ കൂടെ ദൈവമുണ്ട്, അതുകൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കരുണയെടുത്തി ആ അയ്യപ്പ വിഗ്രഹം കൊണ്ടുപോയി കളഞ്ഞിട്ട് അത് തിരിച്ചവിടെ എത്തിയില്ലേ? എന്താ അതിന് കയ്യും കാലും ഉണ്ടോ? ഇല്ലല്ലോ. അതൊന്നെങ്കിലും മനസ്സിലാകിയില്ലേ എന്നിങ്ങനെ പറയണം കേട്ടോ. എന്തായാലും ശരി, ഇന്നത്തോട് കൂടിയിട്ട് അവളെ ഞാൻ ഇല്ലാതാക്കും. ആ കമലേശ്വരം എൻ്റെ കയ്യിൽ വരും എന്നിങ്ങനെ പറയണം കേട്ടോ. നീ ആഗ്രഹിച്ചോ എന്നിങ്ങനെ മുന്നിൽ മഹിയെ കണ്ണം വിളിക്കാൻ കേട്ടോ. താൻ ഇറങ്ങിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇല്ല കണ്ണേട്ടാ, ഞാൻ ഇപ്പം വരാ എന്ന് പറയണേ. ലേഖയും വിളിച്ചിട്ട് ഞാൻ വരാ എന്നിങ്ങനെ പറയണേ. അത് കേട്ടുകൊണ്ട് ആനന്ദ് കണ്ണനെങ്ങനെ കളിയാക്കണം കേട്ടോ. എടാ, ഞാൻ എൻ്റെ ഭാര്യയല്ലേ വിളിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് നിനക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ആയില്ലേ? ഇത് നിന്നെ നേരത്തെ അവർ ചെയ്തതായിരുന്നെങ്കിൽ നീ എന്നേയും നടന്നേനെ എന്നിങ്ങനെ ആനന്ദ് പറയണം കേട്ടോ. അതേപോലെ തന്നെ അവരെനിക്ക് തന്ന മരുന്നുകളൊക്കെ അതിൽ പല മരുന്നുകളും ചേർത്തിട്ടല്ലടാ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അനന്ത് പറയുന്നത്, നിൻ്റെ അച്ഛനെ അവരെ വകവരുത്തിയതായിരിക്കും. ഏതായാലും നീ നടുതളർന്ന് കടന്നു പോയല്ലോ, അതുകൊണ്ടാണ് അവർ നിന്നെ ഒഴിവാക്കിയതില്ല. അല്ലെങ്കിൽ അവർ സ്വത്തും മുതലിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നിങ്ങനെ പറയണം. അവർക്ക് ആകെ മൊത്തം ഒരു അബദ്ധം പറ്റിയത് നിന്നെ ഒരു കല്യാണം കഴിപ്പിച്ച് തന്നതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ഏതായാലും ശരി, അവരെന്തോ ചെയ്തോട്ടെ, ഞാനിനി ഒന്നിനുമില്ല. അവരെ എനിക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും ഞാനൊന്ന് എഴുന്നേറ്റ് നടന്നാൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വാമദേവൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. മേഘനാഥൻ വന്നിട്ട് ഇങ്ങനെ പറയണം കേട്ടോ. മേഘനാഥനെ കണ്ടതേ വാമദേവൻ ചോദിക്കുക, എന്തായി എന്നിങ്ങനെ ചോദിക്കുക. അച്ഛാ, ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട്, ഇതാ എൻ്റെ ഫോണിൽ നോക്കിയ എല്ലാ കാര്യങ്ങളും അറിയും. അവൾ എവിടെ പോകുന്നു എന്താണ് എന്നെല്ലാം അറിയും. മോനെ, ഇപ്രാവശ്യം എങ്കിലും എന്തെങ്കിലും നടക്കുമോ എന്നിങ്ങനെ ചോദിക്കും. ഇപ്രാവശ്യം ഉറപ്പായിട്ടും നടക്കും അച്ഛാ എന്നിങ്ങനെ പറയണം. എനിക്കൊരു സന്തോഷം കൊണ്ട്, പക്ഷെ നമുക്ക് സന്തോഷം ആഘോഷിക്കാൻ പാടില്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അതുകൊണ്ട് നമുക്ക് സന്തോഷം ആഗ്രഹിക്കരുത് എന്നിങ്ങനെ പറയണം. നീ പ്രതാപനോട് വിളിച്ചു പറഞ്ഞടാ ചോദിക്കും. ഞാൻ പ്രതാപൻ അങ്കിളിനോട് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. ഏതായാലും ശരി, എന്തെങ്കിലും കാര്യമായിട്ടുണ്ട് പറഞ്ഞാലും പ്രതാപൻ്റെ അടുത്ത് നിറയെ പൈസയുണ്ട്, അവൻ എന്ത് വേണമെങ്കിലും തരും, പൂത്ത പണമുണ്ട്, അതുകൊണ്ട് അവൻ എന്ത് വേണമെങ്കിലും തരും. അതുകൊണ്ട് നീ ആ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതുപോലെ തന്നെ ആ ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അവൻ എന്തായാലും എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ അവന് കുഞ്ഞുങ്ങളും ഉണ്ടാകും, അവന് സാധാരണ ജീവിതം പോലെയാകും. പിന്നെ അവന് ഒന്നും നമ്മൾക്ക് തരില്ല, എല്ലാ കാര്യങ്ങളും അവൻ മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വയ്ക്കും. ഏതായാലും അതുണ്ടാകില്ല. അവൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ചിറകൊടിഞ്ഞു കഴിഞ്ഞാൽ അവന് ഒന്നിനും കഴിയില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മളായിരിക്കും, കമലേശ്വരം ഭരിക്കുന്നത് നമ്മളായിരിക്കും എന്നിങ്ങനെ വാമദേവൻ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മേഘനാഥൻ പറയണ്ടേ, ഇനി അച്ഛനൊരു പൊട്ടത്തരത്തിന് നിൽക്കരുത്, അവന് കല്യാണം നടത്തി കൊടുക്കാനോ ഒന്നിനും നിൽക്കരുത്. നമ്മൾ നടത്താൻ തീരുമാനിക്കുന്നതും നമ്മൾ തന്നെ, മുടക്കണതും നമ്മൾ തന്നെ എന്നിങ്ങനെ പറയണേ. ഇനി നിനക്കറിയില്ല, അവൻ മഹാലക്ഷ്മി പോയി കഴിഞ്ഞാൽ ഒരിക്കലും വേറൊരു പെണ്ണിനെക്കുറിച്ച് ചിന്തിക്കില്ല, അവനാകെ തളർന്നു പോകും എന്ന് പറയണം കേട്ടോ. അതിനുശേഷം അവർ രണ്ടുപേരും ഇങ്ങനെ ആഹ്ലാദിക്കുകയാണ് കേട്ടോ. ഏതായാലും മഹാലക്ഷ്മി ഇപ്പം മരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അതേസമയം മുത്തശ്ശിയും പ്രതാപനും കൂടിയിട്ട് എണ്ണ ഒഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര വേദനയ്ക്കാണ് മുത്തശ്ശി ഒഴിയുമ്പോൾ. അവനെ നല്ല മർമ്മം പഠിച്ചവനാണ്, അതുകൊണ്ടാണ് അവൻ എന്നിങ്ങനെ ചതച്ചത് എന്നിങ്ങനെ പറയണം കേട്ടോ. ഏതായാലും ശരി, ഇന്നത്തോടു കൂടി അവൾ ഒഴിവാകുമല്ലോ, അതുകൊണ്ട് സമാധാനമുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കും മുത്തശ്ശി പറയും, എൻ്റെ കരുണമോളെ എത്ര നാളായി കാത്തിരിക്കണം, നീ അവളെ കൊന്നേച്ച് വാടാ, അല്ലാതെ നിനക്ക് ഒരു പ്രാപ്തിയില്ല, നീ നിൻ്റെ മരുമോനെ പോലെ
കഴിവ് കെട്ടവനാണ് എന്നിങ്ങനെ കിഴങ്ങനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ പറയണം കേട്ടോ. അവനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞാൽ മേഘനോടും അവരോട് മാറി നിൽക്കണം എന്നെല്ലാം പറയണം. മുത്തശ്ശി പറയണം, നിനക്ക് ഒന്നിനും പറ്റില്ല, നീ ഏതായാലും അവളെ നീ കൊന്നതിന് ശേഷം വന്ന് പറ, എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആനന്ദും കണ്ണനും കൂടിയിട്ട് മഹിയെ വിളിക്കുമ്പോൾ വീണ്ടും കളിയാക്കണം കേട്ടോ. കണ്ണൻ, എടാ നീ അവരിപ്പോൾ വരുവാടാ, നീ എന്തിനാ വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കണം. ഞാൻ എൻ്റെ ഭാര്യയല്ലേ വിളിക്കുന്നത്, പിന്നെന്താണ് നിനക്ക് എന്നിങ്ങനെ ചോദിക്കണം. പിന്നെ വിളിക്കുകയാണ് കേട്ടോ. ഇതാ കണ്ണേട്ടാ ഞാനിവിടെ എത്തി എന്നിങ്ങനെ പറയാണ്. അതേസമയം എനിക്കിപ്പോൾ ഇവിടെ വന്ന് നിന്നപ്പോൾ നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ കൊണ്ടുവരാൻ പറയായിരുന്നു ലേഖയുടെ അടുത്ത് എന്നിങ്ങനെ പറയേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആകെ ഞാനിവിടെ 5 ദിവസമല്ലേ കഴിയണുള്ളൂ, അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാമെന്നിങ്ങനെ പറയണം. എനിക്കും ഇവിടെ കുറച്ച് ദിവസം വന്ന് നിൽക്കണടാ എന്നിങ്ങനെ പറയണം. നീ വന്ന് നിൽക്ക്, ഞാൻ നിനക്ക് കൂട്ടിനായിട്ട് വന്ന് നിൽക്കുക എന്നിങ്ങനെ കണ്ണൻ പറയണം കേട്ടോ. അതേപോലെ തന്നെ നീ എത്ര നന്നായി കഴിഞ്ഞിരുന്നതാണ്, നിൻ്റെ അച്ഛനും അമ്മയും അടക്കം കൊന്നിട്ടുണ്ടാവുക ഇവരായിരിക്കും സ്വത്തിനും മുതലിനും വേണ്ടിയിട്ട്. അത് കാരണമല്ലേ നിൻ്റെ അച്ഛനെ അമ്മ മരിച്ചതും രണ്ടാമത് കെട്ടിയത് നിൻ്റെ വാമദേവൻ്റെ അമ്മാവൻ്റെ പെങ്ങളെ കെട്ടിച്ചു തന്നത് അതിന് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയും. അവരെന്തോ ആയിക്കോട്ടെ, പക്ഷേ എല്ലാ കാര്യങ്ങളും എനിക്കറിയും എന്നിങ്ങനെ കണ്ണൻ പറയണം കേട്ടോ. അതിനുശേഷം അനന്തു ഇങ്ങനെ പറയണ്ട, എടാ നീ എഴുന്നേൽക്കുകയും നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകും എല്ലാം ചെയ്യും എന്നിങ്ങനെ പറയണം. ശരിയാണ്, ആ അമ്മ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടാകും, ഒരു കുഞ്ഞുങ്ങളല്ല 2 കുഞ്ഞുങ്ങളുണ്ടാകും, അതിൽ നിന്നും ഒരു കുഞ്ഞിനെ എനിക്ക് തരുമോ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. ഒരു കുഞ്ഞല്ലടാ, 2 കുഞ്ഞുങ്ങളെയും നിനക്ക് തരും, നമുക്ക് 2 പേർക്കും കൂടി ഒരു വീടെടുത്ത് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം എന്നിങ്ങനെ കണ്ണൻ അനന്തുവിനോട് പറയണം കേട്ടോ. അതേസമയം മഹാലക്ഷ്മി ഡ്രൈവറോട് ഇങ്ങനെ പറയണം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഡ്രൈവറോട് പറയുന്നുണ്ട് മഹാലക്ഷ്മി പോകുക എന്ന് പറഞ്ഞ് വണ്ടി കയറി വന്നതാണല്ലോ. ഡ്രൈവർ ഇങ്ങനെ വേറൊരു വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളെന്താ അത് അറിയാത്തൊരു വഴി കൂടെ എളുപ്പം പോയാൽ വരും എന്ന് പറഞ്ഞിട്ടാണല്ലോ കൊണ്ടുവന്നത്, ഇത് എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതേസമയം ഡ്രൈവർ വണ്ടി നിർത്തിയതിന് ശേഷം വയറ് തുറന്നിട്ട് ആ മനുഷ്യബോംബ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ 2 പേരും ആ ബിൽഡിങ്ങിനകത്തുള്ളവർ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ 2 പേരും മരിക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.